അടൽ ബിഹാരി വാജ്പേയി ജനഹൃദയങ്ങളെ കീഴടക്കിയ ഒരു മനുഷ്യസ്നേഹിയായി. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എന്നെന്നും സമാദരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കേൾക്കാൻ എന്നും വെമ്പൽ കൊണ്ട ഒരു കാലയളവിലായിരുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അടൽജിയോട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗഹൃദമായി. സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ കാവ്യഭംഗിയോടുകൂടി സംഭാഷണം നടത്തുന്നതിലുള്ള ചാതുര്യം എത്ര കണ്ട് പ്രക്ഷോഭജനകമായ വിക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായ രീതിയിൽ പെരുമാറുന്ന ആ ശീലം, ഇതെല്ലാം അദ്ദേഹത്തെ വേറിട്ടൊരു വ്യക്തിത്വമാക്കി മാറ്റിയിരുന്നു. പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തി ലോകത്തിലെ പല വമ്പൻ രാഷ്ട്ര നേതാക്കന്മാരെയും ഞെട്ടിച്ചപ്പോൾ അവരെല്ലാം ഒട്ടേറെ സന്ദേഹങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ വെച്ചു പുലർത്തിയപ്പോഴും വളരെ ധീരമായി താൻ നടത്തിയ തൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ ആ സംഭവത്തെ എത്ര സരസമായി സരളമായാണ് ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തത്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന വളരെ വ്യംഗ്യമായ ഭാഷയിൽ ഏവർക്കും ആന്തരാർത്ഥം മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം അത് പൊതുജന സമക്ഷം അവതരിപ്പിച്ചു. 13 ദിവസം മാത്രം ഭരിച്ച് അധികാരത്തിൻ്റെ പടവുകൾ പിന്നിട്ടിറങ്ങി ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ പോലും അദ്ദേഹം അന്ന് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഇന്നും അത് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്നു. ഇന്നെല്ലാവരുടെയും ഹൃദയത്തിൽ അലതല്ലുകയാണ് ആ പ്രഭാഷണം, ആ പ്രസംഗം. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജന്മദിനം സദ്ഭരണ ദിനമായി ആണ് ആചരിക്കുന്നത്. നല്ല ഭരണം കാഴ്ചവെച്ച ഒരു മഹാത്മാവ് എന്നുള്ള നിലയ്ക്ക് ഭരണനിർവഹണ കാര്യത്തിൽ മാതൃകയായി ഈ ഭാരതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദിവസം, ഈ ഡിസംബർ 25 അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒരു സദ്ഭരണ ദിനമായി ആചരിക്കുന്നു എന്ന് പറയുന്നത് അത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ്. ഭാരതമെമ്പാടും അദ്ദേഹത്തെ സ്മരിക്കുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രണമിക്കുന്നു. ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ അനന്തകോടി നമസ്കാരം. നന്ദി, നമസ്തേ.